ചേച്ചേ, ഓ തുടങ്ങി രാവിലെ തന്നെ. പത്രത്തോടൊപ്പം ചായ വിഴുങ്ങിയാലേ ശരിയാവും. ദാ ചായ. എന്തേച്ചി രാവിലെ തന്നെ നല്ല ചൂടിലാണല്ലോ. കുന്തം. ഇന്നെന്താ തീയതിന്നറിയോ നിനക്ക്? എന്റെ വിദ്യാലക്ഷ്മി പോയിട്ട് 23 വർഷമായി. അതായത് എന്റെ ഭദ്രയ്ക്ക് 23 വയസ്സ്. അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ചിന്തയുണ്ടോ നിനക്ക്? ചൊവ്വാദോഷമുള്ള കുട്ടിയാവള്. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. നീ എന്താ ഒന്നും മിണ്ടാത്തെ? എന്റെ ചേച്ചി, എനിക്ക് ഈ ചൊവ്വയും ബുധനും ഒന്നും യാതൊരു വിശ്വാസമില്ല. ഓ എന്ന് എനക്കുണ്ട്. നീ നടത്തിയില്ലെങ്കിലും ഞാൻ നടത്തും. അത്ര തന്നെ. എന്റെ തലവിധി അല്ലാണ്ടെന്താ. ഈ ചേച്ചിയുടെ ഒരു കാര്യം. എന്റെ വിദ്യാലക്ഷ്മി, നീ പോയിട്ട് ഇന്നേക്ക് 23 വർഷം. ചോരക്കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ട് പോയതാ നീ. നമ്മുടെ ഭദ്രയ്ക്ക് കല്യാണം ആലോചിക്കേണ്ട സമയമായി വിദ്യ. നീ എല്ലാം കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും എന്റെ വേദന നിന്നോടല്ലാതെ വേറെ ആരോട് പറയാനാ? ഇന്ന് പിറന്നാളിന്റെ ഒരുക്കത്തിലാ എന്റെ കുട്ടി. സുന്ദരിയാട്ടോ നമ്മുടെ ഭദ്രക്കുട്ടി. ഭദ്രേ, നീ എന്താ വിളിച്ചിട്ട് വിളിക്കാത്ത ഭദ്രേ? ഓ, രാവിലെ തന്നെ നല്ല ചൂടിലാണല്ലോ വല്യമ്മ. ഇന്നും കല്യാണക്കാരൻ തന്നെയാണല്ലേ വിഷയം? അതെ. ഈ മുഖമൊന്നും മാറി എനിക്ക് മനസ്സിലാവില്ല എന്റെ വല്യമ്മേ. നീ ഒന്നും പറയണ്ട. ഈ ചിങ്ങത്ത് തന്നെ ഞാൻ നിന്റെ കല്യാണം നടത്തും. അതുറപ്പാ. നടത്തും. എന്താ നീ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല എന്റെ പൊന്നോ. ചിങ്ങാവട്ടെ. ഇപ്പൊ ഞാനൊന്ന് കവ പോയിട്ട് വരാം. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഭഗവതിക്കറിയാലോ എന്റെ മനസ്സ്. എന്റെ മനസ്സറിയുന്ന ഒരാളെ മാത്രമേ ഈ ഭദ്ര കല്യാണം കഴിക്കൂ. ചെക്കിന് നല്ല ജോലിയില്ലേ? പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എല്ലാം ശരിയാ, പക്ഷേ. എന്ത് പക്ഷേ? ജാതകം ചേരില്ല, അത് തന്നെ. ചൊവ്വാദോഷമുണ്ട്, അറിയാലോ. ജാതകം ചേരാതെ ഒരു കാര്യം നടക്കില്ല. എൽദോ, നീ വേറെ നല്ലതേതെങ്കിലും നോക്ക്. നിങ്ങളുടെ ഇഷ്ടം. നീ ഒന്ന് കാര്യമായിട്ട് ശ്രമിക്ക്, നടക്കും. എന്തായാലും ഈ ചിങ്ങത്തിന് മുമ്പ് കല്യാണം നടത്തണം. എടാ, നീ ഏത് പെണ്ണിനെ സ്നേഹിച്ചാലേ എനിക്ക് എന്താ എതിർപ്പ്? നീ ഒന്ന് കെട്ടിക്കാണണെന്നേ എനിക്കുള്ളൂ. അതെനിക്കറിയാം. അമ്പാട്ടെ വീട്ടുകാര് നല്ല തറവാട്ടുകാരാ. അത് നമ്മുടെ ബാലന്റെ മോളാകുമ്പം വേറൊന്നും ചിന്തിക്കാനില്ല. 100 വട്ടം സമ്മതം. എടാ, ഇതൊക്കെ കണ്ട് നിന്റെ അച്ഛന്റെ ആത്മാവ് സന്തോഷിക്കേ ഉള്ളൂ. ആട്ടെ, ആ കുട്ടിക്ക് നിന്നെ ഇഷ്ടാണോ? അറിയില്ല, ഇഷ്ടക്കേടുണ്ടാവാൻ സാധ്യതയില്ല. എന്നാ നീ ആദ്യം അതറിയ.
ബാക്കി നമുക്ക് നോക്കാം. ഭദ്രേ, മാധവിക്കുട്ടി കവിതകളോട് ഭ്രാന്താണ്. മഞ്ചാടിക്കുരുകൾ ശേഖരിക്കുന്ന സ്വഭാവം. ശ്രീകൃഷ്ണ ഭഗവാന് പീലിത്തുമ്പുകൊണ്ട് പ്രേമലേഖനം എഴുതും അല്ലേ? ഇതൊക്കെ എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ തന്നെ പ്രേമിച്ചോട്ടെ? താൻ എഴുതിയ കവിത ഒരു കുളിർക്കാറ്റിൻ്റെ കൈ പിടിച്ചെത്തും ചെറുചാറ്റൽ മഴ എന്നെ തൊട്ടുണർത്തി. ഭദ്രേ, ആ ചാറ്റൽ മഴ പോലെ ഞാൻ പ്രണയിച്ചോട്ടെ? ധൃതിയില്ല, ആലോചിച്ച് പറഞ്ഞാൽ മതി. ഒരു കുളിർക്കാറ്റിൻ്റെ കൈ പിടിച്ചെത്തുന്ന ചെറുചാറ്റൽ മഴ എന്നെ തൊട്ടുണർത്തി. ഒരു കുളിർക്കാറ്റിൻ്റെ കൈ പിടിച്ചെത്തുന്ന ചെറുചാറ്റൽ മഴ എന്നെ തൊട്ടുണർത്തി. സാന്ധ്യരാഗങ്ങളിൽ മാരിവിൽ ചേലപ്പോൾ മഴനൂലൊരുക്കുന്നോരിന്ദ്രജാലം, സപ്തവർണ്ണാഭ പടരുന്നോരിന്ദ്രജാലം. ഒരു കുളിർക്കാറ്റിൻ്റെ കൈ പിടിച്ചെത്തുന്ന ചെറുചാറ്റൽ മഴ എന്നെ തൊട്ടുണർത്തി. സാന്ധ്യരാഗങ്ങളിൽ മാരിവിൽ ചേലപ്പോൾ മഴനൂലൊരുക്കുന്നോരിന്ദ്രജാലം, സപ്തവർണ്ണാഭ പടരുന്നോരിന്ദ്രജാലം. കുളിർക്കാറ്റിൻ്റെ കൈ പിടിച്ചെത്തുന്ന ചെറുചാറ്റൽ മഴ എന്നെ തൊട്ടുണർത്തി. പറഞ്ഞെന്നെ ഇടനെഞ്ചിൽ
ചെറുചാറ്റൽ മഴ എന്നെ തൊട്ടുണർത്തി സാന്ധ്യരാഗങ്ങളിൽ മാരിവിൽ ചേല പോൽ മഴനൂലൊരുക്കുന്നൊരിന്ദ്രജാലം സപ്തവർണ്ണാഭ പടരുന്നൊരിന്ദ്രജാലം ഒരു കുളിർ കാറ്റിൻ്റെ കൈ പിടിച്ചെത്തുന്ന ചെറുചാറ്റൽ മഴ എന്നെ തൊട്ടുണർത്തി ഇതാ മാധവിക്കുട്ടിയുടെ ബുക്ക്. മയിൽപ്പീലി, മഞ്ചാടിക്കുരു. ഇത് വർക്കൗട്ട് ആവുമല്ലേട്ടാ? എല്ലാം നിന്റെ അഭിനയം പോലിരിക്കും. ഇന്ന് അവൾ ഇവിടെ വരും. ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് നീ അഭിനയിക്ക്. ഭദ്ര വീഴും, ഉറപ്പ്. മകളെ പ്രേമിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു നാടകം? ഒരച്ഛൻ്റെ ഗതികേടെ. നീ നിന്ന് വർത്താനം പറയാതെ ചെല്ല്. ഉം. അങ്ങനെ എൻ്റെ കല്യാണവും കഴിഞ്ഞു. ഭദ്രയെ കിട്ടാൻ ഇത്തിരി പാടുപെട്ടെങ്കിലും ഞാൻ ഹാപ്പിയാ. ദേ ഉണ്ണിയേട്ടാ, ആ നെയ്പായസം എവിടെ? കഴിക്കാനുള്ളതല്ല, ബുക്കിലാ. അപ്പൊ ഒന്നും വായിച്ചില്ല അല്ലേ? സംഭവമൊന്നും കക്ഷി അറിഞ്ഞിട്ടില്ല. എന്നാലും സെറ്റായി. നിങ്ങൾ ഹാപ്പിയല്ലേ? പ്രണയം പറഞ്ഞെന്നെ ഇടനെഞ്ചിൽ ചേർത്തവൾ മൃദുമർമ്മരം പോലെ പാടി. പ്രണയം പറഞ്ഞെന്നെ ഇടനെഞ്ചിൽ ചേർത്തവൾ മൃദുമർമ്മരം പോലെ പാടി. ഗസൽ പൂക്കളുതിർ